நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അവസാനത്തെ ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ധനികർ, ദരിദ്രരും, വാനവർ, പുഴു, പുല്ല്, ഈ വിധമുള്ളതാം ഭേദം ഏതുമില്ലാത്തതായി ഏതിലും ഉൾച്ചേർന്നിരിക്കുന്നോരീശനുടെ അതിരില്ലാത്ത കടൽ കണ്ട് കൽമനസാർന്ന് പിരിഞ്ഞു പോകയാലേ തുമ്പം ഞാൻ ആർന്നേനീശ. ഞാൻ തുമ്പമാർന്നു, ഞാൻ ദുഃഖിതനായിരുന്നു. അങ്ങയെ കാണാതെ ഞാൻ ദുഃഖത്തിൻ്റെ പടുകയത്തിൽ വീണ് കിടക്കുകയായിരുന്നു. അതിരില്ലാത്ത കടൽ കാണാൻ, അങ്ങയുടെ കാലിണകൾ കാണാനുള്ള ഭാഗ്യം ആദ്യം എനിക്കുണ്ടായിരുന്നില്ല. ധനികർ, ദരിദ്രർ, വാനവർ, പുഴു, പുല്ല്, ഈ വിധമുള്ളതാം ഭേദമേതുമില്ലാത്തവനാണ് അങ്ങയ്ക്ക് അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങയ്ക്ക് ഒരു താരതമ്യ ഭേദവുമില്ല. ധനികനെന്നോ ദരിദ്രനെന്നോ വാനവരെന്നോ അസുരന്മാരെന്നോ പുഴു എന്നോ പുല്ലെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ അല്ലയോ ഭഗവാൻ അങ്ങ് എപ്പോഴും ദത്തശ്രദ്ധനായിരുന്നു. എന്നിൽ ഉൾച്ചേർന്നിരിക്കുന്നോ ആദി ഈശ്വരനുടെ അതിരില്ലാത്ത കടൽ കണ്ട് ഏതിലും ഉൾച്ചേർന്നിരിക്കുന്നവൻ, എന്നിലും പുഴുവിലും അതേപോലെ പുല്ലിലും വാനവരിലും ദരിദ്രരിലും ധനികരിലും എല്ലാത്തിലും ഉൾച്ചേർന്നിരിക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങയുടെ കാലിണ കാണാൻ വേണ്ടി ഞാൻ നിരന്തരം തപം ചെയ്യുകയായിരുന്നു. അതിരില്ലാത്ത കടൽ കണ്ട് കൽമനസ്സാർന്ന്, കല്ലുപോലുള്ള എൻ്റെ മനസ്സ് നിന്നെ തേടി അലഞ്ഞിട്ടും കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? എൻ്റെ മനസ്സ് അത്രയ്ക്ക് കരിങ്കല്ലിനേക്കാൾ കട്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, അങ്ങയെ എനിക്ക് ആദ്യം കാണാനേ കഴിഞ്ഞിരുന്നില്ല. ഈശ്വര, അങ്ങയുടെ കാലിണകൾ ഞാനിനി എന്ന് കാണുമെന്ന് വെമ്പി ഉടറി നടന്നു. കെട്ടറുത്തന്നെ കൈക്കൊണ്ടേവർക്കും കൺകുളിർക്കെ തിരുനീറണീച്ച് അടിയന്മാരോടൊപ്പം ആരും കാണുന്ന വിധം സഭയിൽ ഏറ്റിയില്ലേ. 8-2 അറിഞ്ഞിടാത്തോൻ ആകുമെന്നെ, വളരെ നിസ്സാരനായ എന്നെ, ഒന്നും അറിയാത്ത അജ്ഞാനിയായ എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് ആരും കാണുന്ന വിധം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സഭയിലെ ഉന്നതമായ പീഠത്തിൽ എന്നെ പിടിച്ചിരുത്തിയല്ലോ. എന്നിട്ട് കെട്ടൽ തന്നെ കൈക്കൊണ്ട് ഏവർക്കും കൺകുളിർക്കെ തിരുനീറണിയിച്ച് അടിയന്മാരോടൊപ്പം ആരും കാണുന്ന വിധം സഭയിലെത്തിയില്ലേ. എന്നെ തിരുനീറണിയിച്ച് എല്ലാവരും കാണത്തക്കവണ്ണം എന്നെ സഭയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായി അങ്ങ് എന്നെ ഉയർത്തിയില്ലേ. എൻ്റെ എല്ലാ ബന്ധനങ്ങളെയും കെട്ട് അങ്ങ് അറുത്ത് കളഞ്ഞല്ലോ. എല്ലാവരും കാണുക എന്നെ, എൻ്റെ ബന്ധനത്തിൻ്റെ കെട്ടറുത്ത് എന്നെ ഭസ്മം ചൂടിച്ച് തിരുനീറണിയിച്ച് നിൻ്റെ അടിയന്മാരോടൊപ്പം എന്നെ സഭയുടെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുത്തിയല്ലോ. അങ്ങ് എന്തൊരു കനിവാണ് എന്നോട് കാണിച്ചത്, എന്തൊരു ദയയാണ് എന്നോട് കാണിച്ചത്, എന്തൊരു കാരുണ്യവാനാണല്ലയോ ഭഗവാൻ അങ്ങ് നിസ്സാരനായ എന്നെ പിടിച്ച് തിരുനീറണിയിച്ച് അടിയന്മാരോടൊപ്പം, അങ്ങയുടെ അടിയന്മാരോടൊപ്പം എന്നെയും ചേർത്തുവല്ലോ. അങ്ങനെ എന്നെ ആൾക്കൊണ്ടുവല്ലോ എന്നാണ് ഇവിടെ മാണിക്യവാചകർ അത്ഭുതത്തോടെ പറയുന്നത്. 8-2 അറിഞ്ഞിടാത്തോനേകാനാമെന്നെ, അതായത് അഷ്ടമൂർത്തിയും അർത്ഥനാരീശ്വരമായി വിളങ്ങുന്ന നിന്നെ ആണ് ഞാൻ ആഗ്രഹിച്ച്
അലഞ്ഞു തിരിയുന്നത്. എട്ടോട് രണ്ടും അറിഞ്ഞിടാത്തോരനാകും എന്നെ. അഷ്ടമൂർത്തിയും അർദ്ധനാരീശ്വരമായി വിളങ്ങുന്ന നീ തന്നെ എന്നറിയാതെ ഞാൻ ഇതേവരെ അലഞ്ഞു തിരിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എന്നെയാണ് അല്ലയോ ഭഗവാൻ അങ്ങ് സ്വീകരിച്ചത്. അറിവേ, അമൃതമേ, നായയോടൊത്ത് ജീവിക്കുന്ന എന്നെ അറിയുന്നവനെന്നോ ഈശ്വര, നീ കൈക്കൊണ്ട് അറിവില്ലാത്തോൻ താൻ ഞാൻ നിന്നെ കണ്ടിടും മുന്നേ അറിവാർന്നോനോ ഞാൻ അജ്ഞനോ ചൊൽക ഈശ്വര. ഞാൻ നിന്നെ കാണുന്നതിന് മുമ്പ് അജ്ഞനായിരുന്നു. അങ്ങനെയുള്ള ഞാൻ അജ്ഞനായ ഞാൻ നിന്നെ അറിവിൻ്റെ ലോകത്തിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ അല്ലയോ ഭഗവാൻ, അജ്ഞനായ ഞാൻ അറിവിൻ്റെ അമൃതമായിട്ടുള്ള നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നു. എന്നിട്ടോ നായത്തൊരു ജീവിതം നയിച്ച എന്നെ അറിവിൻ്റെ ലോകത്തിലേക്ക് നയിച്ചു. അപ്പോൾ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ അയച്ചുവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിരന്തരം ഭഗവാനെ തേടി തേടി അലഞ്ഞ് അവസാനം ഭഗവാൻ അറിവില്ലാത്ത അജ്ഞനായ തന്നെ അറിവിൻ്റെ ലോകത്തിലേക്ക്, അറിവുദയത്തിലേക്ക് നയിച്ചല്ലോ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഇത് തന്നെയാണ് എല്ലാ സിദ്ധകവികളും പറയുന്നത്. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ശിവനെ എവിടെയാണ് കാണുന്നത്, എക്കാലത്താണ് ഞാൻ ശിവനെ കണ്ടുമുട്ടുന്നത് എന്ന് അലഞ്ഞ് തിരിയുന്ന ഒരുപാട് സിദ്ധകവികളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ കവിതകളെല്ലാം ശിവനു വേണ്ടി നിരന്തരം കേഴുന്ന കവികളായി നാം കണ്ടുമുട്ടുന്നു. ഒരു ഉദാഹരണം മാത്രം പറയാം. ഭദ്രഗിരി സിദ്ധർ എന്ന് പറഞ്ഞ ഒരു വലിയ ശിവഭക്തനും അതുപോലെ വലിയൊരു കവിയുണ്ട്, ഭദ്രഗിരി സിദ്ധർ. അദ്ദേഹത്തിൻ്റെ കവിതയിലെ കുറച്ച് ഭാഗം നോക്കൂ. അല്പസുഖം മറന്ന് അറിവിനെ അറിവാൻ അറിഞ്ഞ് ഗർഭത്തിൽ വീഴും കോളറുക്കുവതക്കാലം. എന്നെ അറിവിൻ്റെ ലോകത്തേക്ക് ഏത് കാലത്താണല്ലയോ ഭഗവാൻ അങ്ങ് നയിക്കുന്നത്. കരുവാക്കീട എന്നെ യമൻ കൈപിടിച്ചു കൊള്ളും മുൻ നിൻ ഉരുവാക്കി ആളുമാറ് ഉടമ്പെടുത്തവൻ എക്കാലം. എന്നെ യമൻ്റെ കയ്യിൽ നിന്ന് ഏത് കാലത്താണ് അങ്ങനെ രക്ഷിക്കുന്നത്. ചൂണ്ടുവിളക്കണഞ്ഞിട തുടർ അന്ധകാരം ചൂടുന്ന പോൽ പാണ്ട് പിറന്നു വരും വക അറിയുവതെക്കാലം. ഈ അജ്ഞാനത്തിൽ നിന്ന്, ഈ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് ഞാൻ എന്നാണ് എത്തിച്ചേരുക. വല തന്നിലെ മീൻ പോൽ ചുഴന്ന് വാടാത മലമകൾ മാരനെ വണങ്ങുവതെക്കാലം. വല തന്നിലെ മീൻ പോലെയാണിപ്പോൾ എൻ്റെ അവസ്ഥ. അതായത് സംസാരസാഗരമാകുന്ന വലയിൽ കുടുങ്ങിക്കിടക്കുന്ന മീനാണ് ഞാൻ. എന്നാണ് ഞാൻ മലമകൾ മാരനെ വണങ്ങുന്നത്. ഏത് കാലത്താണ് ഈശ്വര? 800 യുഗം വാഴ്ന്നാലും എത്തിട ആകാം വീടെത്തിട വെണ്ണീറ് പൂശി വിളങ്ങുവതെക്കാലം. എന്നാണ് ഞാൻ ശിവൻ്റെ അടിമയായി തീരുന്നത്? എന്നാണ് ഞാൻ വെണ്ണീറ് പൂശി ശിവൻ്റെ അടിയാന്മാരുടെ കൂട്ടത്തിൽ ചേരുക? അവവേഷം പൂണ്ടലഞ്ഞ് തിരിയാതെ ശിവവേഷം പൂണ്ട് പിറന്നിരിപ്പതെക്കാലം. ഞാൻ ശിവവേഷധാരിയായി എന്നാണ് ശിവസാധകനായി തീരുന്നത്. അണ്ടത്തിലുള്ളവർക്കായി നഞ്ചുരുന്തി അമ്പലത്തിലാടും ശിവൻ തൻ തൊണ്ടരിൽ തൊണ്ടനായി തൊണ്ടും ചെയ്വത് എക്കാലം. തൊണ്ടരായി, സേവകനായി, അങ്ങയുടെ സേവകനായി, അങ്ങയുടെ അടിയാനായി ഞാൻ ഏത് കാലത്താണ് എത്തിച്ചേരുക? ഏത് കാലത്ത് ഞാൻ അങ്ങയുടെ അടിയാനാകും, അങ്ങയുടെ തൊണ്ടനായിത്തീരും, അങ്ങയുടെ ദാസനായിത്തീരും എന്നാണ് ചോദിക്കുന്നത്. പന്നിവടി വാർന്ന് പാരിടം വീണ്ടെടുത്ത മാലും കാണാൻ കുന്നിൽ വിളക്കൊളിയെ കാണുവതെക്കാലം.
പന്നിയായി അങ്ങ് ഭൂമിയെ വീണ്ടെടുത്ത, പന്നിവടിവാർന്ന് പാരിടം വീണ്ടെടുത്ത അല്ലയോ ഭഗവാൻ, അങ്ങയെ ഞാൻ എന്നാണ് ഇനി കാണുന്നത്? വേദമെല്ലാം വിട്ടൊഴിഞ്ഞ് നിഷ്ഠയാർന്ന് ഏകാന്തമായി ഇരിപ്പതെക്കാലം. എക്കാലത്താണ് ഞാൻ എല്ലാത്തിൽ നിന്നും മോചനം നേടിയ ആ വേദാന്തങ്ങൾക്കും അപ്പുറം എത്തിച്ചേരുന്ന ആ അവസ്ഥ എന്നാണ് ഉണ്ടാകുന്നത്? ആ ഏകാന്ത ശൂന്യമായ അവസ്ഥ എനിക്ക് എന്ന് സംജാതമാകും? മറ്റിടം തേടി എൻ വാഴ്വനാൾ പോക്കാതെ ഉറ്റിടം തേടി ഉറങ്ങുവത് എക്കാലം. എന്നാണ് മറ്റിടങ്ങൾ തേടാതെ അങ്ങയുടെ ഇടം മാത്രം തേടി ഞാൻ ശാന്തനായിരിക്കുന്നത്? ഇന്നിരിപ്പോർ നാളെ ഇരിക്കുക പൊയ്യെന്ന് അറിയുന്നോർ ചൊല്ലിയ വക അറിയുവതെക്കാലം. ജീവിതം വളരെ വളരെ ക്ഷണികമാണെന്ന് എന്നാണ് ഞാൻ അറിയുക? ഇതാണ് ഭദ്രഗിരി സിദ്ധർ ഈശനെ തേടി തേടി അലഞ്ഞ് സ്വയം മനസ്സിനോട് തോന്നുക, ഏത് കാലത്താണ് എനിക്ക് ശിവദർശനം കിട്ടുക? ഇവിടെ അങ്ങനെ മാണിക്യവാചകർ അലഞ്ഞു തിരിഞ്ഞ് അവസാനം ശിവദർശനം ലഭിക്കുന്നു. അറിവിൻ്റെ ലോകത്തിലേക്ക്, അതുപോലെ ശിവലോകത്തിലേക്ക് മാണിക്യവാചകർ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. നോക്കൂ, അറിവേ അമൃതമേ, നായൊത്ത് എന്നെ അറിയുവനെന്നോ ഈശ്വര, നീ കൈക്കൊണ്ട് അറിവില്ലാത്തോൻ താൻ ഞാൻ, നിന്നെ കണ്ടിടും മുന്നേ അറിവാർന്നോനോ ഞാൻ ഇന്ന് അജ്ഞനോ ചൊൽക ഈശ്വര. അല്ലയോ ഈശ്വര, അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ മഹാലോകത്തിലേക്ക് അവിടുന്ന് എന്നെ നയിച്ചാലും, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക്, അശിവത്തിൽ നിന്ന് ശിവത്തിലേക്ക് എന്നെ നയിച്ചാലും അല്ലയോ ഭഗവാൻ, അങ്ങയുടെ മഹാകാരുണ്യം കൊണ്ട് ഞാനിതാ അങ്ങയുടെ സൗഹൃദത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ നിതാന്തമായ അന്വേഷണവും ഭക്തിയും അവസാനം ആത്മസമർപ്പണവും മാണിക്യവാചകരുടെ തിരുവാചകത്തെ ധന്യമാക്കുന്നു. ഇത് വായിക്കുന്നവർക്കും ഈ ആത്മസമർപ്പണം അനുഭവപ്പെടുന്നു. ഇതാണ് തിരുവാചകം നമുക്ക് നൽകുന്ന ഫലസമാപ്തി. ഓം ശിവായ നമഃ.